നമസ്കാരം. ശ്രീനിച്ചേട്ടൻ മരിച്ചിട്ട് ഇന്ന് ഒരാഴ്ചയാകുകയാണ്. കഴിഞ്ഞ 20-ാം തീയതിയാണ് ശ്രീനിച്ചേട്ടൻ നമ്മെ വിട്ടുപിരിഞ്ഞത്. ആ ഒരാഴ്ച കടന്നു പോകുമ്പോൾ നമുക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല ശ്രീനിച്ചേട്ടൻ മരിച്ചു എന്ന്. അങ്ങനെ ഇന്ന് നോക്കുമ്പോൾ ഒരു ഫേസ്ബുക്കിലൊരു കുറിപ്പ് കണ്ടു. അത് ഹൃദയം പൊട്ടുന്ന വേദനയോടുകൂടി തന്നെയാണ് ഞാൻ വായിച്ചതും മറ്റുള്ളവർ കണ്ടതും. എഴുതുമ്പോൾ എഴുതിയ ആളുടെ ഹൃദയം എന്തായിരിക്കുമെന്ന് നമുക്ക് ഈ കുറിപ്പിലൂടെ മനസ്സിലാക്കാം. മറ്റാരുമല്ല, ദീർഘകാലം ശ്രീനിച്ചേട്ടനോടൊപ്പം ദീർഘകാലം അദ്ദേഹത്തെ സേഫായിട്ട് കൊണ്ടു നടന്ന ഡ്രൈവർ, ഒരിക്കലും ഡ്രൈവർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, സിനോജിൻ്റെ ഒരു കുറിപ്പാണ്. ഡ്രൈവർ എന്ന് പറയുന്നത് തെറ്റാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാമായിരുന്നു സിനോജ്. സിനോജ് എഴുതിയിരിക്കുന്ന കുറിപ്പ് വായിക്കുമ്പോൾ മനസ്സിൽ ആഴത്തിൽ നമുക്ക് സങ്കടങ്ങളുണ്ടാകും. അദ്ദേഹം എഴുതിയത് ഇപ്രകാരമായിരുന്നു ആ കുറിപ്പിൽ. അത് നമ്മുടെ മനസ്സിൽ ആര് വായിച്ചാലും ഹൃദയം തകർന്നു പോകുന്നതാണ്. അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു: പ്രിയപ്പെട്ട ശ്രീനി സാർ, ഒരുപാട് ഇഷ്ടമായിരുന്നു സാറിൻ്റെ കൂടെയുള്ള യാത്രകൾ. ഇക്കാലം മാത്രമേ ഒരു ഡ്രൈവറായിട്ടല്ല, സാറിൻ്റെ മക്കളെപ്പോലെ തന്നെ എന്നെ കണ്ട് സ്നേഹിച്ചു. ഒരു നോട്ടം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ഇന്നേ വരെ എൻ്റെ മനസ്സ് വേദനിപ്പിച്ചില്ല. ഷിനോജിന് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി. ജീവിതത്തിൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്നും എപ്പോഴും പറയുന്നു. ശ്രീനി സാർ ഇപ്പം കൂടെയില്ല. ആവശ്യമെങ്കിൽ ഒന്നും തന്നെ ഒരിക്കലും ഞാൻ ചോദിക്കില്ല എന്ന് സാറിന് അറിയാമായിരുന്നു. ശ്രീനി സാർ ഇപ്പോൾ കൂടെയില്ല. ആവശ്യങ്ങൾ ഒന്നും തന്നെ ഒരിക്കലും ഞാൻ ചോദിക്കാറില്ല എന്ന് സാറിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം വിനീതേട്ടനോടും ധ്യാനേട്ടനോടും പറഞ്ഞ് ചോറ്റാനക്കരയിൽ സ്ഥലം വാങ്ങി വീട് വെച്ച് തന്നത്. എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം, ദി ഗിഫ്റ്റ് ഓഫ് ലെജൻഡ്. സാറിനെ പൊന്നുപോലെ നോക്കിയ വിമല ടീച്ചറെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചേച്ചിക്ക് സാറായിരുന്നു ലോകം. എവിടെയാണെങ്കിലും അറിയില്ലെങ്കിലും അവിടെ ഒരു ഡ്രൈവറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുതേ സാർ. ഈ വാക്കാണ് കേട്ടോ. ഈ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. ആ വാക്ക് ഒന്നും കൂടെ ആവർത്തിക്കുകയാണ്: എവിടെയാണെന്ന് അറിയില്ലെങ്കിലും അവിടെ ഒരു ഡ്രൈവറുടെ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുതേ സാറേ. അദ്ദേഹത്തിന് യാത്ര ചെയ്ത് കൊതി തീർന്നിട്ടില്ല ശ്രീനിച്ചേട്ടനോടൊപ്പം. ആ ഒരു വാക്ക് എഴുതുമ്പോൾ അദ്ദേഹത്തിനുണ്ടായിരുന്ന വേദന എന്തായിരിക്കും? എന്നും ഓർമ്മിക്കാൻ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിച്ച ശ്രീനി സാറിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. അപ്പോൾ എത്രമാത്രം അവരുമായിട്ടുള്ള ചേർന്നുള്ള യാത്രയായിരുന്നു അല്ലേ? ശ്രീനിച്ചേട്ടൻ്റെ സംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ച് എല്ലാവരും, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അന്ത്യചുംബനം നടന്നുമ്പോൾ ധ്യാൻ ഉറക്കെ വിളിക്കുന്നു, ഷിനോജ് ഷിനോജ് എന്ന് ഉറക്കെ വിളിക്കുന്നു. നമുക്ക് കേൾക്കാമായിരുന്നു. ഈ വിഷ്വലിൽ കൃത്യമായിട്ട് കാണാം. പക്ഷെ ഷിനോജ് സുഹൃത്തുക്കളോട് എനിക്ക് കാണാൻ പറ്റില്ല, എനിക്ക് അങ്ങനെ ശ്രീനി സാറിനെ കാണാൻ പറ്റില്ല. എന്നാൽ ഷിനോജ് കാണാതെ ആ മൃതദേഹം എടുക്കില്ല എന്ന് ധ്യാനും. പിന്നീട് വന്ന് ആ അന്ത്യചുംബനം നൽകുമ്പോഴുള്ള ആ സീൻ കണ്ടു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടുന്നതായിരുന്നു. അത്രമാത്രം ഇഷ്ടപ്പെട്ടിരുന്നു ഇവർ തമ്മിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. അതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഒരാഴ്ച പിന്നിടുമ്പോൾ കൃത്യമായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. നിങ്ങൾ ഭാഗ്യം ചെയ്ത ആളാണ്. ശ്രീനിയേട്ടനോടും ഒപ്പം ഇത്ര നാളും യാത്ര ചെയ്യാൻ കഴിഞ്ഞില്ലേ? ഇനിയും അദ്ദേഹത്തിന് ഹൃദയത്തിൽ താങ്കളുണ്ട്, താങ്കളുടെ ഹൃദയത്തിലും ശ്രീനിയേട്ടനുണ്ടെന്നറിയുമ്പോൾ അഭിമാനിക്കുന്നു ആ കുടുംബം. എന്നും നിങ്ങളോടൊപ്പം ദൈവമുണ്ടാകും. ശ്രീനിച്ചേട്ടൻ ഒരു നിഴൽ പോലെ ഉണ്ടാകും.